രാവിലെ തന്നെ കുക്കർ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ പഴയ വൈറൽ വീഡിയോയാ. കോവയ്ക്ക കുക്കറിൽ വേവിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ നേരിട്ട ആ പഴയ വൈറൽ വീഡിയോ. ഇന്നെന്തായാലും കോവയ്ക്കയല്ല, കപ്പയാണ് കുക്കറിനകത്ത് വേവുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പപ്പുഴുക്കുണ്ടാക്കാൻ വേണ്ടി കപ്പ വാട്ടാൻ വെച്ചിരിക്കുന്നതാണ്. ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇല്ലെങ്കിൽ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങൾ അവിടെ കുമിഞ്ഞുകൂടും. അങ്ങനെ പാത്രങ്ങൾ കഴുകി തുടച്ച് വന്നപ്പോഴത്തേക്കും കപ്പ വെന്തു. അരപ്പ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കപ്പയിൽ ചേർത്ത് വേവാൻ വെച്ചു. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കറിവേപ്പിന് വളരെ നല്ലതാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും കഞ്ഞിയൊക്കെ കറിവേപ്പിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തഴച്ച് വളരുമെന്ന് കേട്ടിട്ടുണ്ട്. അത് നല്ലതാണ് കേട്ടോ. പിന്നെ കപ്പത്തൊണ്ടൊക്കെ കൊണ്ട് കളഞ്ഞു. തലേ ദിവസം തന്നെ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പാത്രത്തിൽ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ ചോറും വാർത്തിട്ടു. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം അടിയിൽ ആ വെച്ചിരിക്കുന്ന ചെരുവത്തിൽ സേഫായിട്ട് ചാടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതും ഓക്കെ ആയി. പിന്നെ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടോ. അത് ഇളക്കാൻ പെടുന്ന കുറച്ച് പാടാണ്. കാരണം അംഗസംഖ്യ ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. കുറച്ചധികം കപ്പപ്പുഴുക്ക് തന്നെ വേണ്ടി വരും. പിന്നെ തോരന് ചീരയായിരുന്നു കേട്ടോ. അതും വേവാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് കരുതി. കാരണം അടുക്കളയിലേക്കാണ് എല്ലാവരും ഓടി പാഞ്ഞ് കയറി വരുന്നത്. നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വീടൊക്കെ തുടച്ചിട്ടു. ചീര വെറും ചീരയല്ല, മുട്ടത്തോരനായിരുന്നു കേട്ടോ. മുട്ടയും ചീരയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചു. അത് ആൻസൂട്ടനെ ഓർത്താണ് മുട്ട പുഴുങ്ങാൻ. പക്ഷേ എല്ലാവർക്കും എടുത്തു. കപ്പപ്പുഴുക്കിന് ഇതാ മീൻകറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ലഞ്ച് ബോക്സാണ്. എല്ലാവർക്കും ഉള്ള ലഞ്ച് ബോക്സിൽ ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് ഒരു ലഞ്ച് ബോക്സ് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. അന്നത്തേക്ക് ആൻസൂട്ടന് സ്കൂളിൽ പോകാൻ സമയമായി ഓടിപ്പാഞ്ഞെത്തി. ഒരു ഉമ്മ തരാതെ ആൻസൂട്ടൻ പോകില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പുള്ളതല്ലേ. അപ്പം എനിക്കൊരു ഉമ്മയും നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റയും ഉമ്മയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പോയിട്ട് വരാൻ. ടാറ്റ.